സൺഡേ വളരെ നല്ലൊരു ദിവസമല്ലേ. ആകെപ്പാടെ എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തത് പിറ്റേന്ന് മൺഡേ ആണല്ലോ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എന്നാലും സൺഡേ നൈസാണ്. പൊതുവെ എനിക്ക് പല്ലൊക്കെ തേക്കാൻ കുറച്ച് മടിയാട്ടോ. എന്നും തേക്കാണ്ടിരിക്കുന്നൊന്നല്ല, പക്ഷെ ചിലപ്പോ ഒക്കെ ഞാൻ പല്ലൊന്നും തേക്കാണ്ട് ഭക്ഷണമൊക്കെ അങ്ങോട്ട് കഴിച്ചു ഇരിക്കും. എൻ്റെ വീട്ടിലെ മെയിൻ 2 ആൾക്കാരാണ് ദേ അപ്പുകുട്ടനും പിന്നെ റൂമിയും. റൂമി അമ്മയാണ്, അപ്പുവാണ് മോൻ. ഇവർക്ക് രണ്ടാൾക്കും ഒരു 1-2 വർഷങ്ങൾക്ക് മുന്നേ കെനൻ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞിട്ടൊരു മാരക രോഗമുണ്ട്. അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഭയങ്കര കുട്ടിയാ, 1 വയസ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനത് റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. നിങ്ങൾക്കറിയോ, അന്ന് ഇവനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ രോഗം വരുന്ന നായ്ക്കളെ ഉപേക്ഷിക്കില്ല നല്ലതെന്ന്. എങ്ങനെയല്ലേ ഒരു മൃഗ ഡോക്ടർക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റുക? നമ്മൾ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് നമ്മളുടെ വീട്ടിൽ ഒരാളായിട്ട് വളർത്തുന്ന ഒരു നായ്ക്കുട്ടീനെ ഉപേക്ഷിക്കാൻ പറയാന്നൊക്കെ പറഞ്ഞാല്. പക്ഷെ അപ്പുകുട്ടൻ പൊരുതി നിന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കൽ തുടങ്ങിയപ്പോൾ നഖശികാന്ത് എതിർത്തൊരു പുള്ളിയാണ് ദേ നിൽക്കുന്നത്. വീഡിയോ എടുക്കാൻ സമ്മതിക്കുകയേ ഉണ്ടായിരുന്നില്ല. ഇപ്പം നോക്ക്, അമ്മ സ്വന്തം നട്ട് വളർത്തിയ തക്കാളിയൊക്കെ എനിക്ക് കാണിച്ചു തരിക. വഴുതനയ്ക്കൊക്കെ സ്പെഷ്യൽ മെൻഷനൊക്കെ കൊടുക്കാനൊക്കെ പറയും. ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങാക്കോല് പറിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അമ്മ. മറ്റൊരു കക്ഷിയാണ് അച്ഛ. അച്ഛ ഇടയ്ക്ക് വേണ്ട കേട്ടോ നന്ദു എന്നാണ് അച്ഛയുടെ ഭാവമെങ്കിൽ ഇടയ്ക്ക് കുഴപ്പമില്ല നീ വേണമെങ്കിൽ എടുത്തോ എന്നുള്ളൊരു ഭാവമാണ്. ഇത് അങ്ങനെ സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ച നല്ല അസല് മുരിങ്ങാക്കോലൊക്കെ ഇട്ട് നല്ല അടിപൊളി സാമ്പാർ റെഡിയായിരിക്കുകയാണ്. ഇനി നല്ല ചൂട് ദോശയൊക്കെ കൂട്ടി അതങ്ങോട്ട് അടിച്ചാൽ മതി. ആഹാ, സൺഡേ ആണ്, ശരിയാണ്. പക്ഷെ വർക്ക് തീർന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ചെയ്തല്ലേ പറ്റൂ, ശമ്പളം നമുക്ക് വേണ്ടേ? സമയം ഏകദേശം ഉച്ചച്ചിരി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുളിച്ച് കുട്ടപ്പന്മാരായി കല്യാണത്തിന് പോവാണ്. എന്റെ ഡ്രസ്സ് കണ്ടില്ല എന്നൊരു സങ്കടം വേണ്ട, ഇത് കണ്ടോളൂ. പിക്ചർ കല്യാണം വളരെ കളറായിരുന്നു ഗൈസ്. പക്ഷെ ഞങ്ങൾ സുപ്രധാനമായ മറ്റ് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് അതിലേക്ക് വേഗം അങ്ങോട്ട് കടന്നു. അതന്നെ, അവിടെ കല്യാണം, ഇവിടെ പാലുകാച്ച. അതന്നെ ഗൈസ്. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ